നമസ്കാരം. എല്ലാ പ്രിയർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. നമുക്കൊരു ലീഗൽ ഹോൾഡ് ഇല്ല. ഒരു ഗവൺമെൻറ് സപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇതിന് കൂടെ ഉണ്ടാവണം. അങ്ങനെയാണ് ഒഫീഷ്യലി സുഡർ എന്ന പേര് നാമകരണം ചെയ്തുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇത് തുടങ്ങിയത്. വെളിച്ചം, ദീപം എന്നൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതായാലും ഒരു ആളുടെ വ്യക്തിയുടെ ജീവിതം ഇരുട്ടിലേക്ക് പോവുകയാണല്ലോ, അവിടേക്ക് അല്പം തിരിനാളം ഞാൻ കാട്ടുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മുടെ യുവത്വത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നതും പഠനങ്ങൾ പറയുന്നതും. അപ്പം നമ്മളതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളതാണ് കാണേണ്ടത്. ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്ന പേരൻസ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, എൻ്റെ പൊന്നു മാഡം, എന്ത് ചെയ്താലും വേണ്ടില്ല, ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്, ഇതൊന്ന് നേരെയാക്കി തിരിച്ചു തരണം. ഇൻ കേസ് വി ഗെറ്റ് ടു നോ സംബഡി ഈസ് എ കൺസ്യൂമർ, ആ കൺസ്യൂമറിൻ്റെ ലെവൽ ഓഫ് അഡിക്ഷൻ എന്താണെന്നുള്ള അറിയണം. ആ കൺസ്യൂമർ തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്താണ് കൺസ്യൂം ചെയ്യുന്നത്, ഹൗ ഫ്രീക്വൻ്റ്ലി, വാട്ട് ഇസ് ദ ഏജ്, വാട്ട് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട്, എല്ലാം അറിഞ്ഞിട്ട് അവർക്ക് അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റും ഗൈഡൻസ് കൊടുക്കുക ചെയ്യുന്നത്. ജീവിതമാണ് ലഹരി എന്നതിനപ്പുറം ലഹരിയാണ് ജീവിതം എന്ന പേടിപ്പിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കൊപ്പം ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനർ ശ്രീമതി ഗീത ജേക്കബ്. ഗീത മാം, നമസ്കാരം. സ്വാഗതം. ഈ ഒരു കെട്ട കാലത്ത്, ഈ ഒരു പേടിപ്പിക്കുന്ന കാലത്ത് നമുക്ക് വേണ്ടി ഈ ഒരു സമയം മാറ്റിവെച്ചതിലുള്ള ഒരു സന്തോഷം ആദ്യമേ പറയട്ടെ. കാരണം നമ്മളെല്ലാവരും ഓരോ കാലത്തും നമ്മൾ ഓരോരുത്തരും ഓരോ റോളുകൾ കൂടിയാണ് കടന്നു പോകുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു ഭാര്യ, ഒരമ്മ എന്നൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പേടിയുള്ളവരാവും, കുറച്ചുകൂടി കെയർ ഉള്ളവരാവും. അങ്ങനത്തെ ഒരു തീർച്ചയായിട്ടും നമ്മൾ അതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. 1989 മുതലാണല്ലേ മാമിൻ്റെ ഒരു ഫൈറ്റ് ഒഫീഷ്യലി തുടങ്ങുന്നത്. അതിനു മുമ്പും നമ്മൾ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു മേഖലയിലേക്ക് നമ്മൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് വരേണ്ട ഒരാവശ്യം 89 ആയപ്പോഴത്തേക്കും നമ്മൾ റെക്കോർഡിക്കലി ആക്കി. അപ്പം അന്ന് തുടങ്ങി ഇന്നും അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം 80, ഞാനൊക്കെ ഒരു 80s കിഡാണ്. അപ്പം നമ്മൾ ആ കാലത്ത് പോലും നമ്മളെ എപ്പോഴും പേടിപ്പിച്ചിരുന്നൊരു സാധനമാണ്. ഇങ്ങനൊരു സംഭവം എവിടെയോ ഉണ്ട്, നമ്മൾ കേൾക്കുന്നു, ചില സിനിമകളിൽ കാണുന്നു. അപ്പോൾ എവിടെയോ കിടക്കുന്ന എന്നെങ്കിലും നമ്മളിലേക്ക് വരാവുന്ന ഒരു കാര്യം എന്നുള്ളതിനെ കടന്ന് ഇപ്പം അത് നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ വീടുകളിൽ ആ രീതിയിലേക്ക് അത് വളരുക ചെയ്തത്. അപ്പം സാധാരണഗതിയിൽ ചില പോരാട്ടങ്ങൾക്കൊക്കെ ഒടുവിൽ ഈ സംഗതികൾ ഇല്ലാതായാണ് തീരേണ്ടത്. പക്ഷെ കാലം മാറും തോറും, നോളജ് കൂടുന്തോറും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നു. അപ്പോൾ ഏത് പോയിന്റിലായിരിക്കും മാം അത് സംസാരിച്ച് തുടങ്ങുക, ഈ ഒരു ഇത്രയും കാലത്തെ ഒരു? അതായത് ഞാൻ ഇതിനെ ഒന്ന് തുടക്കം തൊട്ടൊന്ന് നട്ഷലിലാക്കാനാണെങ്കിൽ, ഞാനിത് തുടങ്ങുമ്പം ഈ ഒരു പ്രവർത്തന മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു പ്രീ ഡിഗ്രി സ്റ്റുഡൻ്റാണ്. അപ്പം ആ സമയത്ത് നമുക്ക് അന്നത്തെ കാലഘട്ടം കൂടെ അറിയാമല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ സ്വാതന്ത്ര്യം ഒന്നും ഉള്ളൊരു കാലഘട്ടമല്ല. അപ്പം അതുകൊണ്ട് പലതും മനസ്സിലിങ്ങനെ തിളച്ചു പൊങ്ങി നിന്നാലും പ്രകടിപ്പിക്കാനോ പുറത്തൊന്നും ഉച്ചരിക്കാനുള്ള ധൈര്യം പോലും നമുക്ക് സമൂഹമോ വീട്ടിലുള്ളവരെ തന്നിരുന്നില്ല. അപ്പം മനസ്സിൽ പല പോരാട്ടങ്ങളും നമ്മൾ റെഡിയാവുന്നുണ്ടാവും, പക്ഷെ അത് അവിടെ നിൽക്കുകയുള്ളൂ, പുറത്തേക്ക് എടുക്കില്ല. അതെ അവിടെ വെച്ചാൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ഫർദർ പ്രൊഫഷണൽ എഡ്യൂക്കേഷന് പോകുന്ന സമയത്താണ് ഒന്ന് ഒഫീഷ്യലി ചെയ്യാനുള്ള ഇത്തിരി ധൈര്യമൊക്കെ സംഘടിപ്പിച്ചത്. ഒന്നാമത്തെ കാരണം എൻ്റെ പപ്പ അതിന് മുമ്പ് തന്നെ മരിച്ചു. പേരൻസിൻ്റെ അടുത്ത് മാറി നിൽക്കുകയാണ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഇത്തിരിയും കൂടി ധൈര്യ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, പിന്നെ നമ്മളുടെ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടും ഉണ്ടല്ലോ. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഡ്രഗ് കൺസംഷനിലേക്ക് വന്ന് ട്രാപ്ഡായി ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോഴാണ് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിനെക്കുറിച്ച് ഒരു വല്ലാതെ ഒരു വേദന തുടങ്ങിയതും എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നുള്ളൊരു തോട്ട് വന്നതും. അപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പം ഇരുട്ടടി പോലെ പലയിടത്തുനിന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഡിസ്റ്റർബൻസസ് വന്നു തുടങ്ങി. അന്നേരമാണ് ചില സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇത് ഒഫീഷ്യലി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് തുടങ്ങിയാലേ നിനക്ക് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിച്ചാലും നിനക്ക് നിയമപാലകർ തന്നെ എന്ത് പറയും, ഹൂ ആസ്ക്ഡ് യു ടു ഗോ ഇൻ ടു ഇറ്റ്, ഈ ആവശ്യമില്ലാത്ത കാര്യത്തെ കൊണ്ട് ഈ തലവെച്ച് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ, വീട്ടുകാർ പറയുന്നു പോട്ടെ. അപ്പം നമുക്കൊരു ലീഗൽ ഹോൾഡ് ഇല്ല. ഒരു ഗവൺമെൻറ് സപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇതിന് കൂടെ ഉണ്ടാവണം.
അങ്ങനെയാണ് ഒഫീഷ്യലി സുഡർ എന്ന പേര് നാമകരണം ചെയ്തുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇത് തുടങ്ങിയത്. സുഡർ എന്നാണല്ലേ? ഞാൻ സുഡാർ എന്നാണ് മനസ്സിലാക്കിയത്. സുഡർ DAR, അതെ, ഒരു തമിഴ് വേർഡാണ്. വെളിച്ചം, ദീപം എന്നൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതായാലും ഒരു ആളുടെ വ്യക്തിയുടെ ജീവിതം ഇരുട്ടിലേക്ക് പോവുകയാണല്ലോ, അവിടേക്ക് അല്പം തിരിനാളം ഞാൻ കാട്ടുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അന്ന് ആ പേര് ഒരു ആപ്റ്റായിട്ട് തോന്നി, അതുകൊണ്ട് അന്ന് എടുത്തതാണ്. അങ്ങനെ ഒരു അന്ന് അത് തുടങ്ങുമ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റാണ്. ആ കാലഘട്ടത്തിൽ തുടങ്ങി സുഹൃത്തുക്കളൊക്കെ അന്ന് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരുന്നുകൊണ്ട് കുറേ പേരുണ്ടായിരുന്നു. കാലക്രമേണ പലരും ഇതിൻ്റെ ഒരു റിയാക്ഷൻസ് ഒക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പയ്യനെ വലിഞ്ഞു തുടങ്ങി. അതായത് ഒരു 10 പേരുണ്ടായിരുന്നത് 8 അങ്ങനെ കുറഞ്ഞ് വൺ ഫൈൻ ഡേ ഞാൻ റിയലൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം സുഡർ എൻ്റെ മാത്രമായി. അതിൽ പെട്ടുപോയി. എനിക്കും ഈ കൂട്ടത്തിൽ എസ്കേപ്പ് ആയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ മുമ്പിൽ നിന്ന് ഇംഗ്ലാ വിളിച്ച ആൾ ഞാനായതുകൊണ്ട് ഇതിൻ്റെ ഓണർഷിപ്പും എൻ്റെ തലയിൽ തന്നെ ആയി. അങ്ങനെ ഞാൻ തന്നെ അത് ഫർദർ ഇനിഷ്യേറ്റീവ് എടുത്തത് ഞാനാണ്, സത്യമാണ്. പക്ഷെ കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരും കല്യാണമൊക്കെ കഴിഞ്ഞ ഓരോ ഉത്തരവാദിത്തങ്ങളായി കഴിഞ്ഞപ്പം ഈ ഓരോ പ്രതികരണങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർ ഒത്തിരി പേടിപ്പിച്ചു തുടങ്ങി. നീ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒറ്റയ്ക്കല്ല, നിനക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഇങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അവരും കൂടി. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് മറ്റുള്ളിടത്തുനിന്ന് പ്രഷർ വന്നു കഴിഞ്ഞപ്പോൾ പയ്യെ ഓരോരുത്തരും വിഡ്രോ ചെയ്തു. അവസാനം ഇത് കല്യാണം കഴിച്ചില്ലെങ്കിലും ഒക്കെ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് മൈ ബേബി ആൻഡ് ഐ എം ഫോഴ്സ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അങ്ങനെ ഒരവസ്ഥയിലാണ് ഞാൻ തുടരുന്നത് ഇപ്പോഴും. പക്ഷേ എനിക്കതിൽ വിഷമമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, അയ്യോ പെട്ടുപോയി എന്ന് ഞാനൊരു തമാശയുടെ പറ്റി പറഞ്ഞെങ്കിലും നമ്മൾ ഈ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷനിൽ റാണി പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു മേഖല ഒരു വേദനിപ്പിക്കുന്ന പരമാർത്ഥം എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കതിനൊരു എൻഡുണ്ട്. അത് ഏതെങ്കിലും ഒരു രീതിയിൽ അതൊരു ബെറ്ററായി വരും, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇത് ഇമ്പ്രൂവ്മെൻറ്റ് കൺസംഷനിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ പ്രവർത്തനത്തിലല്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെ കാണുന്നത് ഒരു ടെററിസമായിട്ടാണ്. മറ്റ് രാജ്യങ്ങൾ പല രീതിയിൽ വേറെ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി എന്ന് നോക്കുമ്പം നമുക്ക് പല പ്രഡിക്ഷൻസൊക്കെ പോട്ടെ, അതൊക്കെ വിശ്വാസമായിട്ടും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുന്ന ഓരോ കാലഘട്ടത്തിൽ ഇന്ത്യ മുന്നേറി ഇപ്പം അറിയപ്പെടുന്ന ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എക്സാക്ട്ലി. അപ്പം നമ്മുടെ യൂത്താണ് നമ്മളുടെ സ്ട്രെങ്ത്. പല രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് പീപ്പിളുണ്ട്, ചിലയിടത്ത് യൂത്ത് ഉണ്ട്. സോ ആർ ദി പ്രൊഡക്റ്റീവ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂത്ത് ഒത്തിരി പ്രൊഡക്റ്റീവാണ്. ഈ പ്രൊഡക്റ്റീവും ഏബിളും എഫിഷ്യൻറ്റും ആയിട്ടുള്ള നമ്മുടെ യൂത്ത്, അത് നമ്മുടെ രാജ്യത്തെ പോയിട്ട് പറയാൻ വേണ്ടി പറയുകയല്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പോപ്പുലേഷൻ ഒട്ടും കാലം വിദേശ രാജ്യങ്ങളിൽ പല ഉന്നതമായ റോളുകളും കൈകാര്യം ചെയ്യുന്നവരാണ്. ആ കേപ്പബിലിറ്റി അവർക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയത്. ആ ഓപ്പർച്യൂണിറ്റി അവർ പോയ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു താനും, അതുകൊണ്ട് അവർ അങ്ങോട്ട് പോയി. ആൻഡ് ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളും എന്തുകൊണ്ടോ നമ്മളൊരു ഹൈബ്രിഡ് എനർജി ബ്രെയിൻ കിഡ്സാണ് നമ്മളുടെ ജനറേഷൻ കാലങ്ങളായിട്ട്. ഓരോ തലമുറയിലും അതുണ്ടായിരുന്നു. ഇപ്പം എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഭയങ്കര ഇനിയിപ്പോൾ ഇവരെല്ലാം കൂടി ഒത്തുപിടിച്ചാൽ ഇന്ത്യ എവിടെയോ എത്തിക്കും എന്നുള്ളൊരു ലെവലാണ്. സോ ഇറ്റ് ഈസ് എ വേ ദാറ്റ് ദേ ക്യാൻ സ്പോയിൽ ദ കൺട്രി. ആദ്യം ഈ യുദ്ധമുറകളിലൊക്കെ നോക്കി, അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്നും നമ്മളുടെ രാജ്യാതിർത്തികൾ എന്നും ഒരു ത്രെട്ടായിട്ടാണല്ലോ നിൽക്കുന്നത്. എപ്പം വേണമെങ്കിലും അകത്ത് വരും. നമ്മളുടെ ജവാന്മാർ രാജ്യത്തെ രക്ഷിക്കുന്നതുകൊണ്ട് നമ്മൾ സുരക്ഷിതരായി ഇങ്ങേ ഭാഗത്ത് നിൽക്കുന്നു. അടുത്തത് അവർ നോക്കിയത് ഈ ഡ്യൂപ്ലിക്കേറ്റ് കറൻസി വെച്ചുകൊണ്ടാണ്. അതിനും ഗവൺമെൻറ് തക്കതായ മെത്തേഡ്സ് നോക്കി. നൗ ഇറ്റ് ഈസ് 2 ways. 1, ഇത് വിൽക്കുന്ന ആൾക്ക് ഈസി മണി, മറ്റ് രാജ്യങ്ങൾ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾ. അടുത്തത് നമ്മുടെ യുവത്വത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നതും പഠനങ്ങൾ പറയുന്നതും. അപ്പം നമ്മളതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളതാണ് കാണേണ്ടത്. ഇപ്പോൾ ഈ മാം ഇതിൽ കൂടുതൽ നിൽക്കും തോറും കൂടുതൽ കാര്യങ്ങൾ പറയും. ഇപ്പൊ ആദ്യം ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് ഇത് തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നോ? ആ കുട്ടിയെ അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനും ഈ പറഞ്ഞു ഒരു ടീനേജുകാരി ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സങ്കടപ്പെടാനല്ലേ പറ്റുള്ളൂ. ബിക്കോസ് ഈ വെൻ ത്രൂ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഊഹിക്കാവില്ല, എങ്ങനെയെല്ലാം മിസ്യൂസ് ചെയ്യുമോ എന്നുള്ള ഊഹിക്കാമല്ലോ. ആ കുട്ടിയുടെ അവസ്ഥ കണ്ട് ഞാൻ സങ്കടപ്പെട്ടുള്ളൂ. ഷീ വാസ് എൻ NRI സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മുടെ തന്നെ കുട്ടിയാണ്, പേരൻസ് വിദേശത്താണ്, ഇന്ത്യൻ കുട്ടിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ആ കുട്ടി നാട്ടിൽ നിന്ന് പോയി. പിന്നെ എന്തായി ആ കുട്ടിയുടെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ കുറച്ച് ധൈര്യം വന്ന കാലത്താണ് ഇനി ഒരു പെണ്ണിന് എൻ്റെ അറിവിൽ എനിക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ വരരുത്. അത് അന്ന് ആ പെണ്ണിന് വേണ്ടി ചിന്തിച്ചു. പിന്നെ അത് ജെൻഡർ വ്യത്യാസമില്ലാതെ നമ്മൾ ഈക്വാലിറ്റി പറയുന്നിടത്ത് എല്ലായിടത്തും ഈക്വാലിറ്റി ആയിപ്പോയി.
ഈ കാര്യത്തിൽ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് ത്രെറ്റ്സ് കൂടുതലായിരിക്കും, ആ രീതിയിൽ ഫേസ് ചെയ്യുന്നത് ധാരാളം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ തുടക്ക സ്റ്റേജിൽ ഉണ്ടായിരുന്നവർ പലരും ഇല്ലാതായതിന്റെ കാരണം അതാണ്. ബിക്കോസ് ചലഞ്ചസ് എന്ന് പറയുന്നത് കുറച്ചൊന്നും അല്ല. എവിടെ ഞാൻ താമസിക്കുമ്പോഴും നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലം ആർക്കും അധികം ഡിസ്ക്ലോസ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഏത് രീതിയിലും അതെന്താണെന്ന് അവർ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, പിന്നെ ഇവരെ കൊന്നിട്ട് ഇപ്പം എന്ത് കിട്ടാനാ? അതല്ല, ദാറ്റ് ഈസ് എഗെയിൻ ക്യാൻ ക്രിയേറ്റ് എ ഫിയർ ടു ദ സൊസൈറ്റി. ഇതിനെതിരെ നീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അവർക്ക് ഉണ്ടാകാവുന്ന ക്ലയൻസിനെയാണല്ലോ നമ്മൾ സ്പോയിൽ ചെയ്യുന്നത്. ഈ കൺസ്യൂമർ എന്ന് പറയുന്നത് അവരുടെ ക്ലയൻ്റാണ്. ആ കൺസ്യൂമറെ നമ്മൾ നശിപ്പിക്കുകയാണ്. ഞാൻ അതിന് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപഭോക്താവ് ഉള്ളപ്പോഴല്ലേ സപ്ലൈ വരുള്ളൂ. നിവൃത്തിയുള്ളിടത്തോളം അത് കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കാം. പക്ഷേ ഇത് കടലിൽ കായം കലക്കുന്ന പോലെയാണ് ഇന്നത്തെ അവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു കുട്ടി രക്ഷപ്പെട്ടാൽ ഒരു കുടുംബം രക്ഷപ്പെട്ടു. ഒരു കുട്ടി പെടാതിരുന്നാൽ ഒരു കുടുംബം പെടാതിരുന്നു. ഒരു സമൂഹം എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നതല്ലേ. അപ്പം അത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സിംഗിൾ ഹാൻഡഡ് ആണെങ്കിലും നമ്മുടെ കൂടെ ടൈം ടു ടൈം പ്രവർത്തിക്കാൻ ആൾക്കാരുണ്ട്. ബിക്കോസ് വി ആർ നോട്ട് ഓൺലി ഡൂയിങ് ഇൻ കേരള ഓർ ഇൻ തമിഴ്നാടു. തുടങ്ങിയത് തമിഴ്നാട്ടിലാണെങ്കിലും അത് കഴിഞ്ഞ് ഞാൻ സ്റ്റെപ്പൻ ചെയ്തത് കേരളത്തിലോട്ടാണ്. ഇപ്പം കർണാടകയിലാണ് താമസം. എന്നിരുന്നാലും നമ്മൾ സൗത്തിൽ അത്യാവശ്യം എല്ലാ സ്ഥലത്തും സ്ട്രോങ് ആണ്. പറ്റുന്നിടത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോവുക, സംസാരിക്കുക, ചെയ്യുക എന്നുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത് പറയുമ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, മാം ഒരു ഈവൻറ്റ് കഴിയുമ്പോൾ ആണല്ലോ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്, ബാക്കിയുള്ളവരെല്ലാം ഇന്ന് ഞാൻ ഇന്നടത്ത് ഉണ്ടാവും, ഇന്ന ഒരു സമ്മേളനം ഉണ്ട്, അവിടെ ഞാൻ കാണും, ഞാൻ ഒരു സ്പീക്കറാണ്, ഒരു അതിഥിയാണ്. മാമിൻ്റെ കാര്യത്തിൽ മാത്രം കഴിഞ്ഞിട്ടാണല്ലോ ഇടുന്നത്. എന്താ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ്. റീസൺ ഇസ് നത്തിങ് ബട്ട് ഈ ത്രെട്ട് കാരണം. ഈ പോകുന്നിടത്തെല്ലാം നമ്മളാരും ഒരു അംഗരക്ഷകരെ കൊണ്ടുപോകാൻ മാത്രം പറ്റുന്ന പ്രൊഫൈലുള്ളവരല്ല. വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പുറത്ത് സമൂഹത്തിനോടുള്ള ഒരു കടപ്പാടിനോ തോന്നി അതങ്ങനെ ചെയ്തു പോകുന്നതാണ്. ആ ഒരു സാഹചര്യം കാണുമ്പം നമുക്ക് ബാക്കടിക്കാൻ തോന്നില്ല. അത് ഏറ്റവും കൂടുതൽ ഞാൻ ഫീൽ ചെയ്യുന്നത് രക്ഷപ്പെട്ട കുട്ടികളുണ്ടല്ലോ, കൺസ്യൂമറായിട്ട് അവരുടെ പേരൻസ് വന്ന് തൊഴുകയ്യോടെ നമ്മളോട് നന്ദി പറയുമ്പോഴാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോകും അങ്ങനത്തെ അവസരത്തിൽ. അതാണ് നമ്മളെ മതിയാക്കുക എന്ന് തോന്നുന്ന അവസരത്തിലും പിന്നെയും മുമ്പോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം. ഇപ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ കുട്ടികളെ നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്? ഇപ്പം നമുക്ക് ആളുകൾ ഇൻഫോം ചെയ്യാണോ ചെയ്യുക? കാരണം സ്വന്തം വീട്ടിൽ പോലും അറിയാത്ത അവസ്ഥയാണ്. ചിലയിടത്ത് വീട്ടിൽ നിന്ന് തന്നെയാണ് കുട്ടികളെ ഇതിലേക്ക് അങ്ങനെയും കേൾക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ വാങ്ങിച്ചു കൊടുത്താണെന്നൊക്കെ പറയുന്ന ലെവലിലേക്കൊക്കെ നമ്മൾ എത്തി. മോഡേൺ പേരൻസ്. അപ്പോൾ എങ്ങനെയാണ് അത് അങ്ങനത്തെ കുട്ടികളെ കണ്ടെത്തുന്നതും? അതായത് നമ്മൾ മോട്ടോ ഓഫ് സുഡർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവയർനെസ് ആണ്. പലരും ചോദിക്കാറുണ്ട്, ഡു യു ഫൈറ്റ് അഗൈൻസ്റ്റ് പെഡ്ലേഴ്സ്? ഫൈറ്റ് അഗൈൻസ്റ്റ് പെഡ്ലേഴ്സ് നമ്മുടെ ജോലിയല്ല. അത് സർക്കാർ തലത്തിൽ നിയമപാലകർ അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകാർ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയ കൺസ്യൂമർ വരാതിരിക്കാൻ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിൽ പെടില്ലായിരുന്നു എന്ന് പറയുന്ന അവസ്ഥകളുണ്ടല്ലോ, അത് ആ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി. ഇളം തലമുറ എന്ന് പറയുന്ന കൊച്ചു കുട്ടികൾ, അതായത് ഞാൻ തുടങ്ങിയപ്പം പ്രൊഫഷണൽ കോളേജുകളിലുമായിരുന്നു. അത് കഴിഞ്ഞ് അത് സ്കൂളിൻ്റെ ഒരു ലെവലിലേക്ക് വന്നു. ഇപ്പോൾ വന്ന് ഇച്ചിപ്പോന്ന പിള്ളേർ, നമ്മളുടെ ഏതാണ്ട് ഒരു പാതി ഹൈറ്റുള്ള കുട്ടികളാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതെ ഒരു 10 വയസ്സ് കുഞ്ഞൊക്കെ വളരെ കോമൺ ആണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അതായത് ഈ കുട്ടികൾക്ക് അറിയില്ല എന്ന് പറയുന്നതിനേക്കാളും വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, നമ്മൾ ഇവരോട് ചോദിക്കുമ്പം പറയുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? നമ്മൾ പലപ്പോഴും മടിച്ചാണ് പറയുന്നത്. കാര്യം നമ്മളുടെ ഏജിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും മുമ്പിൽ ഇത് ഇച്ചിപ്പോന്ന കുഞ്ഞല്ലേ എന്ന് നമ്മളെ ധരിച്ച് അവരുടെ അടുത്ത് വർത്താനം പറയുമ്പം അവരിങ്ങോട്ട് ഇതെങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെ സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ പിടിക്കപ്പെടാതിരിക്കാം, എങ്ങനെയൊക്കെയാണ് ഒരാൾ കൺസ്യൂമറെ തിരിച്ചറിയുന്നത്. ഇപ്പം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ തിരിച്ചറിയാം എന്ന് 10 വയസ്സ് കുഞ്ഞ് നമുക്ക് പറഞ്ഞു തരും. അപ്പം അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് പഠിച്ചിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അത്രയും അവർ ഈ തലത്തിൽ നോളജബിളാണ്. ഈ അവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോയി എല്ലാവരും ഇതേപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഞാനിത് ജനറലൈസ് ചെയ്ത് പറയുകയല്ല. ചില കുട്ടികൾ അതറിയുന്നുണ്ട്, അത് ചില സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണ് അറിയുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി അവരോട് പറയുക, പേരൻസിനോട് സംസാരിക്കുക. സോ ഇൻ ഷോർട്ട്, അവെയർനെസ്. പേരൻസിനോട് പറയുന്നത് അത് വേറൊരു തലമാണ്. അതിലേക്ക് നമ്മൾ വീണ്ടും ആ ഒരു ടോപ്പിക്കിലേക്ക് വരാം. അതിനു മുമ്പ് ഈ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുന്നു.
എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പെർമിഷനോടെ നമ്മൾ അവിടെ പോയി അവരോട് സംസാരിക്കുകയാണ്. ഇപ്പം സർക്കാർ തലത്തിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ധാരാളം ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്തെങ്കിലും ഒരു അതുകൊണ്ട് എന്തെങ്കിലും ഇഫക്റ്റീവ് ആണോ എന്നോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് കാര്യവും നമ്മൾ പറയുകയാണ് അവിടെ ഒരു കുഴിയുണ്ട് പോകരുത്, ചാട്. എന്നാൽ ഞാൻ ഇല്ല കുഴപ്പമില്ല എനിക്കൊന്ന് ചാടി നോക്കണം എത്ര അടി ഉണ്ടെന്ന് അറിയാനാണ് എന്ന് പറയുന്ന ആളെ നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പേരൻസിൻ്റെ കാര്യം സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാവുന്നുള്ളത്. അപ്പോൾ പേരൻസിനോടും ഒരു സെഷൻ പറയുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ന്യൂ മെത്തേഡും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് നീഡ് ടു ബീയിങ് ദ സെക്കൻഡ് പേരൻറ്റ്. അവരും അറിഞ്ഞിരിക്കണം. ഹൗ ഡു യു ഐഡൻറ്റിഫൈ എ ചൈൽഡ്? ആ കുട്ടിയുടെ അടുത്ത് എന്താണ് നിങ്ങൾ കാണുന്ന വ്യത്യാസങ്ങൾ, എങ്കിലെന്ത് ചെയ്യണം എന്നുള്ളതും അവർക്ക് നമ്മളൊന്ന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഈ അവയർനെസ്സാണ് നമ്മളുടെ മെയിൻ പരിപാടി. ഇതിനകത്ത് ഇൻ കേസ് വി ഗെറ്റ് ടു നോ സംബഡി ഈസ് എ കൺസ്യൂമർ, ആ കൺസ്യൂമറിൻ്റെ ലെവൽ ഓഫ് അഡിക്ഷൻ എന്താണെന്നുള്ളത് അറിയണം. ആ കൺസ്യൂമർ തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്താണ് കൺസ്യൂം ചെയ്യുന്നത്, ഹൗ ഫ്രീക്വൻ്റ്ലി, വാട്ട് ഇസ് ദ ഏജ്, വാട്ട് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട്, എല്ലാം അറിഞ്ഞിട്ട് അവർക്ക് അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റും ഗൈഡൻസും കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മീറ്റ് അങ്ങനെ എന്തെങ്കിലും ആണോ? അതെ അവരെ ഇൻഡിവിജ്വലി കാര്യം അവരുടെ സോഷ്യൽ ഇമേജോ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതല്ലോ, അത് സ്പോയിൽ ചെയ്യാൻ പാടില്ല. കാര്യം ഇതിന് വളരെ സെൻസിറ്റീവാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആൽക്കഹോൾ ഓർ എനി അതർ മിസ്റ്റേക്ക്. ഇപ്പോൾ ഒരു കുട്ടി മറ്റു കുട്ടിയുടെ പെൻസിൽ മോഷ്ടിച്ചു എന്ന് പറയുന്ന പോലുള്ള ഒരു കാര്യമല്ല. അതുപോലും നമ്മൾ സെൻസിറ്റീവായിട്ട് കാണും. ആകെ കുട്ടി കട്ടെടുത്തു എന്ന് പറയുന്ന ഒരവസ്ഥ. ഇതങ്ങനെയല്ല, ഇത് ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് സിബ്ലിങ്സ് ഉണ്ടാവാം. അപ്പം നമ്മളത് മാക്സിമം നിവൃത്തിയിലുള്ളിടത്തോളം ഫാമിലിയുടെ സപ്പോർട്ടോടെയാണ്, ഫാമിലിയുടെ നോളജോടെയാണ്. അവർക്കറിയില്ലെങ്കിൽ സ്കൂൾ തലത്തുനിന്നോ നമ്മളോ അവരെ അറിയിക്കും നിങ്ങളുടെ കുട്ടി ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത്. 90% ഓഫ് പേരൻസ് സമ്മതിക്കില്ല. എൻ്റെ കുട്ടി അങ്ങനെയൊന്നും അല്ല കേട്ടോ, എന്നാൽ പറ്റുകയാണെങ്കിൽ നമ്മൾ മാറുന്നില്ലെങ്കിൽ അടി കിട്ടും. ആ അവസ്ഥയിലാണ് അവർ പ്രതികരിക്കുന്നത്. ഞങ്ങളൊന്നും ആ തരക്കാരല്ല, ഞങ്ങളുടെ കുട്ടി അങ്ങനെയല്ല, നിങ്ങൾ വെറുതെ ഞങ്ങളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞുണ്ടാക്കുന്നു, ഞങ്ങളുടെ കുട്ടിയുടെ മാനസികാവസ്ഥയും പേരും നിങ്ങൾ കളയുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ നേരെയാവും തട്ടിക്കയറി വരിക. ഇതേ പേരൻസ് തന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും, നമ്മളോടായിരിക്കില്ല, ചിലപ്പോൾ വേറെ വല്ലയിടത്തോട്ട് പോയിട്ട് ഇതിനുള്ള സൊല്യൂഷൻ തേടും. അപ്പോൾ ഈ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട അവസ്ഥ ഏത് രീതിയിലാണെന്ന് കരുതിയിട്ട് പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളെ ഉള്ളെങ്കിൽ കൗൺസിലിംഗ് നമ്മൾ സജസ്റ്റ് ചെയ്യും. അത് അവർക്ക് എവിടെയും ആകാം, നമ്മുടെ അടുത്ത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പേരൻസിൻ്റെ ചോയ്സാണ്. പല പേരൻസും ഇക്കാര്യത്തിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ടേക്ക് ദ ചൈൽഡ് എൽസ്വെയർ. നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യില്ല. അതായത് പറയാൻ പാടില്ലാത്ത ഒരു അസുഖമുണ്ടെങ്കിൽ നമ്മൾ എവിടെയോ പോയി ട്രീറ്റ് ചെയ്യുന്ന പോലെ നിവൃത്തി ഉണ്ടെങ്കിൽ വേറെ ഒരു സ്റ്റേറ്റിൽ തന്നെ അവർ പൊക്കളയും. അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഈ കുട്ടിയെ നേരെയാക്കി കൊണ്ടുവരും. ഇനി അഡിക്ഷൻ കൂടി ഈ കുട്ടി വിത്ഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഒത്തിരി കാണിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇൻപേഷ്യൻ്റ് ആവണം, ഹോസ്പിറ്റൽ അഡ്മിറ്റായി ചെയ്യണം. കൂടെ തന്നെ പേരൻസിനും കൂടെ അസോസിയേറ്റഡ് ആകുന്ന ആൾക്കാർക്കും അറിയാനുള്ള കാര്യങ്ങൾ കൗൺസിലിങ്ങിൽ കൂടി പറഞ്ഞു കൊടുക്കും. അതായത് എന്തെന്ത് സാഹചര്യത്തിൽ ഈ വ്യക്തി ഡ്രഗ്സിലേക്ക് വന്നോ, കുട്ടീന്ന് ഞാൻ എടുത്തു പറഞ്ഞതിനൊരു കാര്യമുണ്ട്. അതിന് റീസൺസ് ഒരു 90% കൺസ്യൂമേഴ്സ് സ്റ്റുഡൻസ് ആണ്, യൂത്താണ്, പ്രോബബ്ലി വിതിൻ ദ ഏജ് ഓഫ് 25-30. അതുവരെ പിടിച്ചു നിന്ന ആൾ ഒരു ഡ്രഗിലേക്ക് വരുന്ന അവസ്ഥ കമ്പാരിറ്റീവ്ലി കുറവാണ് ഈ പെർസെൻറ്റേജ് വൈസ് എടുക്കാനാണെങ്കിൽ. ഇപ്പോൾ ഏറ്റവും ടാർഗറ്റഡ് സ്കൂൾ സ്റ്റുഡൻസാണ്, നേരത്തെ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. ഇപ്പൊ അത് അവിടുന്ന് താഴേക്ക് വന്നു. ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. ഇപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞല്ലോ, അതിലിപ്പോ നേരത്തെ പറഞ്ഞത് ഇറ്റ്സ് റിയലി ഷോക്കിംഗ്. കാരണം 10 വയസ്സ് കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അവരിൽ സ്റ്റിൽ ദർ ഇസ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന സാഹചര്യമൊക്കെ ആലോചിച്ചാൽ നമ്മളൊക്കെ നല്ല ചെറിയ കുട്ടികളാണ് പ്രായത്തില്. അപ്പം ആ സമയം തൊട്ട് ഒരു കുട്ടിക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടി ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം സംസാരിച്ച പോലെ 25 to 30 അകത്ത് വരെയാണ് അതിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. സോ ഒരു പക്ഷേ ആ ഒരു ഏജിലേക്കൊക്കെ വരുമ്പോഴേക്കും ഇവർക്ക് നമ്മുടെ സൊസൈറ്റൽ പ്രഷേഴ്സ് ഉണ്ടാവുമല്ലോ, ജോബ് കാര്യങ്ങൾ. ഈ കുട്ടികൾക്ക് ഇപ്പോൾ അതും പ്രത്യേകിച്ച് ഒരു 10 വയസ്സ് കുട്ടിക്കൊക്കെ ആ കുട്ടിയെ ഇതിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഫാക്ടർ എന്താണ്? സംസാരിക്കുമ്പോൾ അത് അവർ ഷെയർ ചെയ്യില്ല. അതെ, ഇത് ഓരോ ഏജ് ഗ്രൂപ്പും ഓരോ രീതിയിലാണ്. അതായത് അതെ ഓരോ സിറ്റുവേഷനാണ് ഈ ഓരോ കുട്ടികൾക്കും, അല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പ് വൈസ് എടുത്തു കഴിഞ്ഞാൽ ഈ കൊച്ചു പിള്ളേർ ദി ആർ ഇൻഫ്ലുവൻസ്ഡ് വിത്ത് ലോട്ട് ഓഫ് ദ തിങ്സ്. ഒന്നെങ്കിൽ അവരെ ആ ഒരു സാഹചര്യത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുകയാണ്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അറിയാതെ പോയി പെടുന്നവരാണ്. ഇവർക്ക് ആർക്കും തന്നെ ഇതിൻ്റെ ഭാവി ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് അറിയില്ല. ഇനി അതിനകത്ത് നമ്മൾ ആ ടീനേജർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എടുക്കാനാണെങ്കിൽ ഒരു പരിധി വരെ ഫാൻസി ആൻഡ് ഫാൻറ്റസീസാണ്. ഒരു ഹീറോയിസം അല്ലെങ്കിൽ ഒരു റിബൽ ആറ്റിറ്റ്യൂഡ്,
ആ ചെയ്താൽ എന്താണ്, ആരെയോ എതിർക്കാനുള്ളവരിത്, ആരെയോ തോപ്പിക്കുന്നു എന്നുള്ള പേരിൽ തന്നെ തോപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ പണം നേടാനുള്ള ഒരു മാർഗം, ചിലത് ട്രാപ്പിൽ പെടുന്നതും, ഇമോഷണൽ ട്രാപ്പിൽ പെടുന്നത്. അതെ, പെഡലേഴ്സ് ആയിട്ട് പോകുന്ന ഒരവസ്ഥ. അതായത് പ്രേമത്തിൽപ്പെട്ട് യൂസ് ചെയ്തു, ഇനിഷ്യൽ ഡോസ് ഫ്രീ ആയിട്ട് കിട്ടുന്നു, അത് കഴിയുമ്പം അത് കിട്ടാൻ വേണ്ടി ഇവർ പറയുന്ന അനുസരിക്കുന്നു, ആ അനുസരിക്കുന്നത് ജെൻഡർ അനുസരിച്ചാണ് എത്രത്തോളം ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത്. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ, സാഹചര്യം എന്താണ്, ഇതെല്ലാം. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നില്ലേ, എന്ന് ഇൻ്റർനെറ്റ് ഫോൺ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി നമ്മുടെ സ്വകാര്യത പോയി. നമ്മളുടെ എല്ലാ മൂവും എങ്ങനെ വേറെ ഒരു AI പ്ലാറ്റ്ഫോമിന് റീഡ് ചെയ്യാൻ പറ്റുന്നോ എന്ന് പറഞ്ഞ പോലെ ഈ സപ്ലയേഴ്സും നമ്മളെ ഒരിക്കൽ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ മൂവും നമ്മളറിയാതെ അവരറിയുന്നുണ്ട്. ദേ വിൽ നോ യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വീട്ടിൽ ആരൊക്കെയുണ്ട്, സാമ്പത്തിക ശേഷി എന്താണ്, ഈ കുട്ടി ഇമോഷണലി എങ്ങനെയാണ്, ഫ്രണ്ട്സ് ആരൊക്കെയാണ്, നമ്മുടെ റുട്ടീൻ ലൈഫ് എന്താണ്, എൻ്റെ നീഡ് എന്താണ്. അസ്യൂം ഞാനൊരു 16 വയസ്സുള്ള പെൺകുട്ടിയാണ്, ഒരു ഉദാഹരണത്തിന് ധരിക്കുക. അപ്പം ഞാൻ ചിലപ്പം എന്നെ ക്ലോസ് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ലവ് ഫെയറിൽ കഴിഞ്ഞിട്ട് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു, ആ ഒരു ഇഷ്ടത്തിൽ നിന്ന് ഞാൻ ഒരുമാതിരി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്, അതൊരു കാരണമാവാം. പേരൻസ് പിരിഞ്ഞ് നിൽക്കുന്ന കേസാവാം, ഇൻ ദ സെൻസ് പിരിയണമെന്ന് തന്നെ നിർബന്ധമില്ല, ഒരു ബ്രോക്കൺ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഈ കുട്ടി വീട്ടിൽ വലിയ സമാധാനമില്ലാത്തൊരു ചുറ്റുപാട്, സിംഗിൾ ചൈൽഡ് ആവാം, അങ്ങനെ എന്തുമാകാം. ഒരു നെഗറ്റിവിറ്റി നമ്മളിലുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ പൊക്കിപ്പിടിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ആവശ്യം, ചിലപ്പോൾ ഞാൻ വീട്ടിൽ എനിക്കൊരു ഹൈ എൻഡ് ഫോൺ വേണം എന്ന് പറഞ്ഞൊന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവാം. വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ബ്രദറിന് ഒരു നല്ല ഫോണുണ്ട്, ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല. അവിടെ ഈ വക സാഹചര്യങ്ങൾ ഇതെങ്ങനെയാണ് ഈ പെഡലർ അറിയുന്നത്? നമ്മുടെ ഫ്രണ്ട്സ് വഴി തന്നെ അവരറിയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ആ സെയിം ഏജ് ഗ്രൂപ്പ് ഉള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഞാനിപ്പോൾ പപ്പയായിട്ട് പിണങ്ങിയ കാര്യം, ഞാനൊരു ഫോൺ ചോദിച്ചിട്ട് പറ്റിയില്ല, പക്ഷെ അത് തന്നെ ജോലി കിട്ടുന്നതിന് മുമ്പ് ചേട്ടൻ മേടിച്ചു കൊടുത്തല്ലോ, ആ സാഹചര്യം വേറെ ആയിരുന്നിരിക്കാം. അത് മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ ഇന്നസെൻ്റായിട്ട് നമ്മളുടെ സുഹൃത്തിനോട് പറഞ്ഞത് എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഈ രീതിയിൽ എത്തിപ്പറ്റുന്ന മെസ്സേജ് ഇതെല്ലാം റിസീവ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അവരാണ് നമ്മളെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പം ഈ പറഞ്ഞ സ്റ്റോറി പ്രകാരം എൻ്റെ ആവശ്യം എന്താണ്? എനിക്കിപ്പോൾ ഒരു ഹൈ എൻഡ് ഫോൺ വേണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം, എൻ്റെ ആഗ്രഹം. എനിക്ക് ഈ ഫോൺ കിട്ടാനുള്ള സാഹചര്യം മറ്റൊരാൾ സംഘടിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് ദ സിനാരിയോ ഓഫ് ദ പേഴ്സൺ. ഈ ടീനേജ് ഗ്രൂപ്പ് ഈസി ആയിട്ട് വീഴും. ഇവിടുന്ന് തുടങ്ങിയില്ലെങ്കിൽ കോളേജിൽ ചെന്ന് തുടങ്ങുന്ന സാഹചര്യങ്ങൾ എഗെയിൻ ഇന്നസെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. നമ്മൾ പണ്ടൊക്കെ നമ്മുടെയൊക്കെ ജനറേഷനിൽ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ നാട്ടുമ്പുറത്തുനിന്ന് വരുന്ന കുട്ടി സിറ്റി പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ, ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ ആ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസിൽ പെടും. വരുമ്പം ഹാഫ് സാരി ധാവണി എന്നാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ പറയാറ്. ഹാഫ് സാരി ഉടുത്തൊക്കെ വളരെ പാവമായിട്ട് വരുന്ന കുട്ടി തലയിൽ നിറച്ച് എണ്ണ ഉണ്ടാവും, ഷാമ്പൂ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, താളിയായിരിക്കും. ഈ കുട്ടി അത് കഴിഞ്ഞ് നാട്ടിലേക്ക് ഇപ്പോഴത്തെ സിനോരിയാണെങ്കിൽ തിരിച്ചു പോകുന്ന ഹെയർ കളർ ചെയ്ത് ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ്. ഇത്രയായിട്ടാണ് ഈ കുട്ടി പോകുന്നത്. ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലുക്കിലും കാര്യങ്ങളിലും വരുന്നതിൽ തെറ്റില്ല, കാലത്തിനൊത്ത് നമ്മൾ മാറുകയാണ്. പക്ഷേ ബാക്കിയുള്ള ഇൻഫ്ലുവൻസും നമ്മൾ അതുപോലെ തന്നെ കടന്നുകൂടും. ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്ന കുട്ടികൾ അവരുടെ പിന്നീടുള്ളൊരു അതൊരു ഫോളോ അപ്പ് എടുക്കാറുണ്ടോ? പിന്നീടുള്ളൊരു ബിഹേവിയറൽ പാറ്റേൺ ഇതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി? അതാണ് ഞാൻ അന്നേരം പറഞ്ഞത്, വി നീഡ് ടു ഗീവ് കൗൺസിലിംഗ് ഫോർ ദ പേരൻസ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ഹു ആർ ക്ലോസ് എന്ന് പറഞ്ഞത്. എന്ത് സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഡ്രഗ്സിലേക്ക് പോയത്, ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഈ വ്യക്തി ഇതിനകത്ത് പെട്ടു, ഇതിൽ നിന്ന് നേരെ ഇങ്ങനെ നമ്മൾ പുറത്തെടുത്ത് ഈ കൊച്ചിനെ കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് സ്ഥാപിക്കുകയല്ല. ഈ സറൗണ്ടിങ്ങിൽ തന്നെയാണ് കുട്ടിയുള്ളത്. ഡെയിലി ടോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡെയിലി നമ്മൾ വീട്ടിൽ ചെന്ന്. ഇപ്പം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു കേസുണ്ട്, ഇത് തന്നെയാണ്. ആ കുട്ടിയെ എല്ലാ പോസിറ്റിവിറ്റിയും നമ്മൾ കൗൺസിലിങ്ങിലൂടെ കൊടുത്ത് ഈ കുട്ടിയെ കൊണ്ടുപോയി നമ്മൾ എൻഡ് ഓഫ് ദ ഡേ കൊച്ചു വീട്ടിൽ പോകണമല്ലോ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ ഇതാ പോയി, ബലൂണിന് കുത്തിയ പോലെയായി. കാര്യം അവിടുത്തെ അവസ്ഥയിൽ ഈ കുട്ടി ഡ്രെയിൻഡ് ആകുകയാണ്. ഈ പേരൻസ് അത് മനസ്സിലാക്കണം. ഒന്നുകിൽ അത് കുത്തുവർത്താനം പറയുന്നതായിരിക്കാം, ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഈ വ്യക്തി കാരണം ഉണ്ടായ സാമ്പത്തിക നഷ്ടം പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നമായിരിക്കാം, പേരൻസ് കാരണമുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെന്തെങ്കിലും ഡിസ്പ്യൂട്ട് കാരണമോ ആയിരിക്കാം ഈ കുട്ടി ഒരു ഒളിച്ചോട്ടം എന്നുള്ള നിലയ്ക്ക് ഇതിലേക്ക് പെട്ടത്. ഇതിലേത് അവസ്ഥയാണോ അവരും കൂടി മാറാതെ വളരെ സാഡായിട്ടുള്ളൊരു ഡയലോഗാണ്, ഞാൻ സാഡായിട്ട് കാണുന്നൊരു ഡയലോഗാണ്. ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്ന പേരൻസ് പറയുന്നൊരു ഡയലോഗുണ്ട്, എൻ്റെ പൊന്നു മാഡം എന്ത് ചെയ്താലും വേണ്ടില്ല, ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്.
ഇതൊന്ന് നേരെയാക്കി തിരിച്ചു തരണം. വർക്ക്ഷോപ്പിൽ കാറൊക്കെ കൊണ്ട് കൊടുക്കുന്ന പോലെ ഞാനപ്പോൾ വിചാരിക്കാറുണ്ട്, ഈ നേരെയാക്കി എങ്ങനെയാണ്, ഞാനിതേ വല്ല ടൈലറാണോ കട്ട് ചെയ്തത് ഷേപ്പ് ചെയ്ത് ഫിഗറൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് തരാനായിട്ട്? എത്ര കാലഘട്ടം ഈ കുട്ടി ഇതിലേക്ക് വരാനെടുത്തോ? അത് ഡ്രഗ് യൂസ് ചെയ്ത കാലഘട്ടം അല്ല ഞാൻ പറയുന്നത്. എൻ്റെ മാനസികാവസ്ഥ ഈ കൊച്ചിനെ ഈ ഒരു സിനാരിയിലേക്ക് ഡ്രൈവ് ചെയ്തോ? ആ സിനാരിയൊന്ന് നടന്ന് തിരിച്ചവിടെ എത്താൻ നിങ്ങൾ സമയം കൊടുക്കണം, നിങ്ങളുടെ സഹകരണവും വേണം. അച്ഛനമ്മയും മിണ്ടാറില്ല, അച്ഛനമ്മ എപ്പോഴും തല്ലുകൂടുന്നു, അല്ലെ വീട്ടിലെ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളാണെങ്കിൽ ഈ കുട്ടി തിരിച്ച് അതിലേക്ക് പോയി കഴിയുമ്പോൾ എങ്ങനെയാണ്? കുട്ടി എന്നും കുട്ടിയാണ്. എത്ര തന്നെ ഇന്ന് എഡ്യൂക്കേഷൻ ലെവലിൽ നമ്മൾ കൊടുത്താലും, എത്ര തന്നെ ആ കുട്ടികൾ ബോൾഡ് ആണ്, നമ്മളുടെ തലമുറ പോലെയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലും കുട്ടി കുട്ടിയല്ലേ. അത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് മിസ് ഔട്ട് ചെയ്യുന്ന വരുന്ന റിയാക്ഷൻസ് നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരാണ് അറിയേണ്ടത്. ഇൻ കേസ് ബാഡ് കമ്പാനിയൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റണം. ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെങ്കിലും അതിൽ നിന്ന് ആ കുട്ടിയെ ഒന്ന് മാറ്റി നിർത്തണം. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോയി വേറൊരു നാട്ടിൽ ഹോസ്റ്റലിൽ തങ്ങിച്ചോ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ കുട്ടിക്ക് ആ ഒരു പ്രഷറിൽ നിന്ന് പയ്യെ ഒന്ന് വിഡ്രോ ചെയ്തെടുക്കുക. നമ്മളെങ്ങനെ ചില അസുഖം ഉണ്ടെങ്കിൽ ചില ഭക്ഷണം ഒഴിവാക്കും, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ഒഴിവാക്കും. പണ്ടൊക്കെ ഉണ്ടല്ലോ ചില അസുഖങ്ങൾ വരുമ്പോൾ വീട്ടിൽ കടുക് ഇറക്കില്ല, ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല, അങ്ങനെയുള്ള തേങ്ങ ചേർത്ത് ഭക്ഷണം ചേർക്കില്ല എന്ന് പറഞ്ഞ പോലെ ചില ടോക്സിക് തിങ്സ് വിച്ച് വിൽ ഇൻഫ്ലുവൻസ് അഗെയിൻ ദ പേഴ്സൺ ടു ഗോ ബാക്ക്, അത് ഒഴിവാക്കണം.